ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മകളെക്കുറിച്ച് ആകുലത, പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എന്നീ ഉപശീർഷകങ്ങളുള്ള ഈ അധ്യായത്തിൽ 25 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ആരുടെ നിയമങ്ങളിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത്? ഉത്തരം: അത്യുന്നതൻ്റെ. ചോദ്യം 2. അത്യുന്നതൻ്റെ എന്തിലെല്ലാമാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത്? ഉത്തരം: അത്യുന്നതൻ്റെ നിയമത്തിലും ഉടമ്പടിയിലും. ചോദ്യം 3. അപരാധനെ എന്ത് ചെയ്യുന്നതിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത്? ഉത്തരം: കുറ്റം വിധിക്കുന്നതിൽ. ചോദ്യം 4. ആരുമായി കണക്ക് തീർക്കുന്നതിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത്? ഉത്തരം: പങ്കാളിയും സഹയാത്രികനുമായി. ചോദ്യം 5. എന്ത് വിഭജിക്കുന്നതിലാണ് നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതാത്തത്? ഉത്തരം: സ്നേഹിതരുടെ പിതൃസ്വത്ത്. ചോദ്യം 6. എന്തിലാണ് കൂടുതലോ കുറവോ വരാതെ സൂക്ഷ്മത കാണിക്കേണ്ടത്? ഉത്തരം: അളവിലും തൂക്കത്തിലും. ചോദ്യം 7. കച്ചവടത്തിൽ എന്ത് നേടുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം: ലാഭം. ചോദ്യം 8. കുട്ടികൾക്ക് എന്ത് നൽകുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം: ശിക്ഷണം. ചോദ്യം 9. ആർക്ക് തക്ക ശിക്ഷ നൽകുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം: ദുഷ്ടനായ ദാസന്. ചോദ്യം 10. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന്? ഉത്തരം: അവിശ്വസ്തയായ ഭാര്യയെ. ചോദ്യം 11. സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എപ്പോൾ? ഉത്തരം: അനേകർ ഉള്ളിടത്ത്. ചോദ്യം 12. എല്ലാ ഇടപാടുകളിലും ചെയ്യേണ്ടതെന്ത്? ഉത്തരം: കണക്ക് വയ്ക്കണം. ചോദ്യം 13. ഏത് രേഖകളാണ് സൂക്ഷിക്കേണ്ടത്? ഉത്തരം: ക്രയവിക്രയങ്ങളുടെ. ചോദ്യം 14. ആരെയെല്ലാം ഉപദേശിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം: അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും. ചോദ്യം 15. എപ്രകാരമാണ് മകൾ പിതാവിനെ ജാഗ്രതയുള്ളവനാക്കുന്നത്? ഉത്തരം: സ്വയം അറിയാതെ തന്നെ. ചോദ്യം 16. പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നതെന്ത്? ഉത്തരം: മകളെക്കുറിച്ചുള്ള വിചാരം. ചോദ്യം 17. എന്തെല്ലാം ഓർത്താണ് പിതാവ് ആകുലനാകുന്നത്? ഉത്തരം: യൗവനത്തിൽ മകൾ വിവാഹിതയാകുമോ എന്നും വിവാഹിതയായ ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നോർത്തും. ചോദ്യം 18. പിതാവ് ഭയപ്പെടുന്നതെന്ത്? ഉത്തരം: കന്യകയായിരിക്കുമ്പോൾ മകൾ കളങ്കിതയും പിതൃഭവനത്തിൽ വച്ച് ഗർഭിണിയും ആകുമോ എന്ന്. ചോദ്യം 19. പിതാവ് ശങ്കിക്കുന്നതെന്ത്? ഉത്തരം: ഭർതൃമതിയായ മകൾ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന്. ചോദ്യം 20. ആരെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത്? ഉത്തരം: ദുശാഠ്യക്കാരിയായ പുത്രിയെ. ചോദ്യം 21. ദുശാഠ്യക്കാരിയായ പുത്രിയെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ എന്തെല്ലാം ആക്കിത്തീർക്കും? ഉത്തരം: ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും. ചോദ്യം 22. എന്താണ് നോക്കിയിരിക്കരുതാത്തത്? ഉത്തരം: ആരുടെയും ആകാരഭംഗി. ചോദ്യം 23. എവിടെയാണ് ഇരിക്കരുതാത്തത്? ഉത്തരം: സ്ത്രീകളുടെ ഇടയിൽ. സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണേ. ചോദ്യം 24. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്തു വരുന്നു? ഉത്തരം: ദുഷ്ടത. ചോദ്യം 25. പൂരിപ്പിക്കുക. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷൻ്റെ ഡാഷ്.
ഉത്തരം ദുഷ്ടത. ചോദ്യം 26. സ്ത്രീ വരുത്തുന്നത് എന്ത്? ഉത്തരം ലജ്ജയും അപമാനവും. ചോദ്യം 27. താൻ ഇപ്പോൾ എന്തനുസ്മരിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 28. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു? ഉത്തരം വചനം വഴി. ചോദ്യം 29. തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആര്? ഉത്തരം സൂര്യൻ. ചോദ്യം 30. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. ചോദ്യം 31. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായതെന്ത്? ഉത്തരം കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ. ചോദ്യം 32. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചത് എന്തിനു വേണ്ടി? ഉത്തരം പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ മഹത്വം നിലകൊള്ളാൻ വേണ്ടി. ചോദ്യം 33. കർത്താവ് എന്തിനെയെല്ലാം പരിശോധിച്ചാണ് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നത്? ഉത്തരം ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും. ചോദ്യം 34. കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത്? ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ. ചോദ്യം 35. കർത്താവ് പ്രഖ്യാപിക്കുന്നതെന്ത്? ഉത്തരം ഭൂതവും ഭാവിയും. ചോദ്യം 36. കർത്താവ് വെളിപ്പെടുത്തുന്നതെന്ത്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം 37. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നതെന്ത്? ഉത്തരം കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. ചോദ്യം 38. കർത്താവ് എവിടെ മുതൽ എവിടെ വരെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം അനാദി മുതൽ അനന്തത വരെ. ചോദ്യം 39. കർത്താവിന് ആരെയാണ് ആവശ്യമില്ലാത്തത്? ഉത്തരം ഉപദേശകരെ. ചോദ്യം 40. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര അഭികാമ്യമാണ്? അവ കാഴ്ചയ്ക്ക് എന്താണ്? ഉത്തരം ദീപ്തം. ചോദ്യം 41. അഭികാമ്യവും കാഴ്ചയ്ക്ക് ദീപ്തവുമായ കർത്താവിൻ്റെ പ്രവൃത്തികളുടെ സവിശേഷത എന്ത്? ഉത്തരം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. ചോദ്യം 42. എല്ലാ വസ്തുക്കളും എപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ജോഡികളായി, ദ്വന്ദ്വങ്ങളായി. ചോദ്യം 43. പൂരിപ്പിക്കുക. ഒന്നും അപൂർണമല്ല, ഒന്ന് മറ്റൊന്നിന് ഡാഷ്. ഉത്തരം പൂരകമാണ്. ചോദ്യം 44. എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.